മെഡിക്കൽ കോളേജിൽ നമുക്കറിയാം പണ്ടത്തെ രാജഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവിൻ്റെ അടുത്ത് ഒന്നും ചോദിക്കാൻ പാടില്ല. രാജാവിനോട് ചോദിച്ചാൽ എന്താ ചെയ്യുന്നത്? ആ ചോദിക്കുന്ന ആളുകളെ പിടിച്ച് തടവറയിലിടുക അല്ലെങ്കിൽ അവരെ ശിക്ഷിക്കുക എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ക്യാപ്റ്റൻ, നമ്മുടെ ശ്രീ പിണറായി വിജയൻ സഖാവിൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചാൽ കടക്ക് പുറത്ത് ഊരിപ്പിടിച്ച വാളിൻ്റെയും മറ്റേതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ ഞാൻ പോയതാ എന്ന് പറയുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. എന്തെങ്കിലും ചോദിക്കുമ്പോൾ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപാടി അങ്ങ് കഴിഞ്ഞല്ലോ എന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ കേരള മുഖ്യം വിചാരിക്കുന്നത്. പക്ഷേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനിടയിൽ ഇങ്ങനത്തെ ചില കൊള്ളരുതായ്മകളും അതിനിടയിൽ വരുന്നുണ്ട്. അതായത് ഒരു ധാർഷ്ട്യം, ഞങ്ങളെ കഴിഞ്ഞുള്ളവർ മതി, അല്ലെങ്കിൽ ഞങ്ങളാണ് ഇവിടെ എല്ലാം എന്നുള്ളൊരു ധാർഷ്ട്യം അത് ഈ പറയുന്ന നമ്മുടെ ഈ പാർട്ടി കാണിക്കുന്നുണ്ട് അല്ലേ. ഇല്ലെന്ന് പറഞ്ഞാൽ ആർക്കും അത് ഇല്ലാന്ന് തള്ളിക്കളയാൻ പറ്റില്ല, ഉള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇതേ സ്വഭാവം തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന ശ്രീമതി വീണ ജോർജിന് കിട്ടിയിരിക്കുന്നത്. വീണ ജോർജിൻ്റെ മുൻപൊരു പാർലമെൻറ്റിലെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ, ഈ കപ്പലിനൊരു കപ്പിത്താനുണ്ട്, പിണറായി വിജയൻ എന്നാണ് ആ കപ്പിത്താൻ്റെ പേരെന്ന്. അപ്പോൾ പുള്ളിക്കാരി അതിനകത്ത് കിളിയായിരിക്കും. അപ്പോൾ എന്ത് തന്നെ